ഹായ് ഗായ്സ്, ഇന്ന് അച്ഛൻ്റെ കടയിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിരുന്നു കേട്ടോ. ഇത് ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, കുറച്ച് ബേക്കറി ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അച്ഛൻ വരുന്നോന്ന് ചോദിച്ചപ്പം പിന്നെ ഞാൻ നോ പറഞ്ഞില്ല, ചാടി വണ്ടി കയറിയിരുന്നു. ഇവിടെ നിന്നാണ് കേട്ടോ ഞങ്ങൾ അച്ഛൻ്റെ കടയിലേക്കുള്ള എല്ലാ ബേക്കറി ഐറ്റംസും വാങ്ങാറ്. ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുന്നമംഗലത്ത് ഈ വയനാട് റോഡ് ഉണ്ടല്ലോ, അതും പിന്നെ ചാത്തമംഗലം റോഡും ഉണ്ടല്ലോ, ആ ഒരു ജംഗ്ഷൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു കട വരുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്യാഷ് കുറവാണ് കേട്ടോ. ഇവിടുത്തെ എല്ലാ സാധനങ്ങൾക്കും നല്ലോണം ക്യാഷ് കുറവാണ്. അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ നോക്കിയാൽ ഇങ്ങനത്തെ ബേക്കറികളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടത്തേക്ക് ക്യാഷ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല വില കുറവിനാണ് കൊടുക്കുന്നത്. ഈ ഒരു ബേക്കറി ഐറ്റംസ് മാത്രമല്ല, അതല്ലാതെയും വേറെ എന്തൊക്കെയോ സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. നല്ലോണം ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക, എന്തൊക്കെ സാധനങ്ങൾ അതിൻ്റെ ക്യാഷൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഞങ്ങൾ വീട്ടിലേക്കും ഇവിടുന്ന് വാങ്ങാറുണ്ട് കേട്ടോ. അതേപോലെ അച്ഛൻ്റെ കടയിലേക്കുള്ള ഒരുവിധം എല്ലാ ബേക്കറി ഐറ്റംസും ഇവിടുന്ന് തന്നെയാണ് വാങ്ങുക. അത് കഴിഞ്ഞ് ഞങ്ങളിതാ ഇവിടെ അതിൻ്റെ കുറച്ച് പിന്നിലേക്കാണ് കേട്ടോ ഈ ഒരു കട വരുന്നത്. അച്ഛന് പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയതാണ്. അവിടെ നിന്ന് ഒരുപാടൊന്നും ഇല്ലായിരുന്നു, എന്തോ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അത് വാങ്ങിയിട്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. ഇത് അച്ഛൻ്റെ കടയിൽ കൊണ്ട് വെക്കണം ഇനി. ഇത് ഞായറാഴ്ചയാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് അച്ഛൻ കടയൊന്നും തുറന്നിട്ടില്ല. അപ്പം ഞങ്ങൾ കടയിൽ കൊണ്ട് വെക്കാൻ വന്നതാണ്. ഇത് ഈ ഒരു കട വരുന്നത് നമ്മളെ ചാത്തമംഗലം രജിസ്റ്റർ ഓഫീസിൻ്റെ നേരെ മുന്നിൽ തന്നെയാണ്. ഒരു തട്ടുകടയാണ് കേട്ടോ അച്ഛനുള്ളത്. ഇത് കണ്ടോ, ഇത് നമ്മുടെ കടലമുട്ടായിയാണ്. ഇത് വാങ്ങിയ മുതൽ എൻ്റെ കണ്ണ് മുഴുവൻ അതിൻ്റെ മുകളിലായിരുന്നു. അപ്പം ഒന്ന് തരുമോയെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ അപ്പം തന്നെ അത് പൊട്ടിച്ചിട്ട് എനിക്കൊന്ന് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ദെൻ അതുകൂടാതെ ഞാൻ 2 എണ്ണം അതിൽ നിന്ന് മോഷ്ടിക്കും ചെയ്തു ഗൈസ്. അത് കഴിഞ്ഞ് ഞാനൊരു കടലമുട്ടായിൻ്റെ പാക്കറ്റൊക്കെ പൊക്കി പിടിച്ചിങ്ങനെ അവിടുന്ന് കുറേ പട്ടിഷമൊക്കെ കാണിക്കുന്നുണ്ട്. ഒന്നുമില്ല, നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല തെളിഞ്ഞി നിൽക്കുന്ന ആകാശം ഉണ്ടായിരുന്നു, കത്തി നിൽക്കുന്ന സൂര്യൻ. അതൊക്കെ കണ്ടപ്പോൾ ഞാൻ വെറുതെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പാൽ കേക്ക് അറിയോ? ഇത് എനിക്കിഷ്ടപ്പെട്ട സാധനമാണ്. അച്ഛൻ എപ്പോൾ അവിടെ പോകുമ്പോഴും എനിക്ക് ഒരു പാക്കറ്റ് ഇത് കൊണ്ടു തരും കേട്ടോ. അത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.